നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിന്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവാലയങ്ങളിൽ വേദപഠനത്തിന് പ്രാധാന്യം നൽകണം. അഭിവന്യ എബ്രഹാം മാർ സ്തേഫാനോസ് മെത്രാപ്പോലീത്ത. ദേവാലയങ്ങളിൽ വേദപഠനത്തിന് പ്രാധാന്യം നൽകണമെന്നും അത് കുഞ്ഞുങ്ങളിലേക്കും യുവാക്കളിലേക്കും ദൈവബോധമുണ്ടാക്കുവാൻ ഏറെ സഹായകരമാകുമെന്നും UK യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനാധിപൻ അഭിവന്യ എബ്രഹാം മാർ സ്തേഫാനോസ് മെത്രാപ്പോലീത്ത പറഞ്ഞു. ഭദ്രാസനത്തിന്റെ വൈദിക കൂട്ടായ്മ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വീഡനിലെ മലങ്കര ഹൌസിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വൈദികർക്കായുള്ള പഠന ശില്പശാലയും ആധ്യാത്മിക സംഘടനകളുടെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും നടത്തപ്പെട്ടു. ഭദ്രാസനാധിപനായി ചുമതലയേറ്റ ശേഷം നടന്ന ആദ്യ വൈദിക യോഗത്തിൽ മെത്രാപ്പോലീത്തയെ ഭദ്രാസന സെക്രട്ടറി ഫാദർ ഹാപ്പി ജേക്കബ്, കൗൺസിൽ അംഗങ്ങളായ ഫാദർ എൽദോസ് പി വർഗീസ്, ഫാദർ മാത്യൂസ് കുര്യാക്കോസ്, വൈദിക സംഘം സെക്രട്ടറി ഫാദർ വർഗീസ് ടി മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ സ്വാഗതം ചെയ്തു. സീനിയർ വൈദികനായ വെരി റവറൻ എബ്രഹാം ജോർജ് കോറപ്പിസ്കോപ്പ പൂച്ചെണ്ട് നൽകി അഭിവന്യ തിരുമേനിയെ സ്വീകരിച്ചു. ഭദ്രാസനത്തിൽ പുതുതായി എത്തിയ വൈദികരെ അഭിവന്യ തിരുമേനിയും സ്വീകരിച്ചു. ഭദ്രാസനത്തിലെ നിരവധി വൈദികർ യോഗത്തിൽ പങ്കെടുത്തു. രാവിലെ 7:30 മുതൽ വൈകിട്ട് 4:30 വരെ നടന്ന വൈദിക കൂട്ടായ്മയിൽ പങ്കെടുത്തവർക്ക് ഫാദർ വർഗീസ് ടി മാത്യു നന്ദി പറഞ്ഞു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ സാമാജികനും മലങ്കര സഭയുടെ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഇടവാംഗവുമായ ശ്രീ ഉമ്മൻചാണ്ടി MLA യെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വൈദിക ട്രസ്റ്റി റവറൻ ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിലും അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാമും ചേർന്ന് തിരുവനന്തപുരം നിംസ് ആശുപത്രിയിൽ സന്ദർശിച്ചു. ശ്രീ ഉമ്മൻചാണ്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടറുമായും അദ്ദേഹത്തിന്റെ മകൻ ശ്രീ ചാണ്ടി ഉമ്മനുമായും ചികിത്സാ വിവരങ്ങൾ അന്വേഷിച്ചു. തിരുവനന്തപുരം ഭദ്രാസനത്തിൽ നിന്നുള്ള സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സൈമൺ അലക്സും ഒപ്പമുണ്ടായിരുന്നു. സമൂഹത്തിലെ അനുദിന മാറ്റങ്ങൾ തിരിച്ചറിയണം. അഭിവന്യ എബ്രഹാം മാർ എപ്പിപ്പാനിയോസ് മെത്രാപ്പോലീത്ത. സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് അടിസ്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കുടുംബത്തിലൂടെ സമൂഹത്തെ ബലപ്പെടുത്തേണ്ട കർത്തവ്യം സ്ത്രീകൾക്കുണ്ടെന്ന് അഭിവന്യ എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രാപ്പോലീത്ത പറഞ്ഞു. ജൂബിലി നിറവിലായ മാവേലിക്കര കൺവെൻഷൻ മർത്തമറിയ സമാജ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിവന്യ തിരുമേനി. സമാജ ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ കോശി മാത്യു അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോജി കെ ജോയി മുഖ്യപ്രഭാഷണം നടത്തി. ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺ സീപ്പൻ, കൺവെൻഷൻ സെക്രട്ടറി ഫാദർ KM വർഗീസ് കളീക്കൽ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ജോജി ജോർജ്, സമാജ ഭദ്രാസന ജോയിന്റ് സെക്രട്ടറി അനില മാത്യു, മോനി സക്കറിയ എന്നിവർ പ്രസംഗിച്ചു. 35ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് കുട്ടിക്കാനം MBC കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത കോൺഗ്രസിന്റെ ഭാഗമായി ഒരുക്കിയ ദേശീയ ശാസ്ത്ര പ്രദർശനം പീരുമേട് MLA വാടൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് IAS അധ്യക്ഷത വഹിച്ചു. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ മെമ്പർ സെക്രട്ടറി S പ്രദീപ് കുമാർ, പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് NS പ്രദീപ്, MBC കോളേജ് ഡയറക്ടർ പ്രിൻസ് വർഗീസ്, പ്രിൻസിപ്പൽ ഡോക്ടർ VI ജോർജ്, വൈസ് പ്രിൻസിപ്പൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ UK യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനത്തിലുള്ള ദക്ഷിണാഫ്രിക്കയിലെ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ കൂദാശ ഫെബ്രുവരി 11-12 തീയതികളിൽ നടത്തപ്പെട്ടു. UK യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനത്തിലെ മുൻ മെത്രാപ്പോലീത്തയും ചെങ്ങന്നൂർ ഭദ്രാസനാധിപനുമായ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ്, ഇടവക മെത്രാപ്പോലീത്ത അഭിവന്യ എബ്രഹാം മാർ സ്തേഫാനോസ് എന്നീ പിതാക്കന്മാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 2016 ഇടവകയ്ക്ക് വേണ്ടി ജോനാസ്ബർഗിനടുത്തുള്ള മിഡ്രാൻഡ് എന്ന സ്ഥലത്ത് വാങ്ങിയ 1 ഹെക്ടർ സ്ഥലത്താണ് പുതിയ ദേവാലയം പണിതിരിക്കുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആദ്യത്തെ ദേവാലയവും ഏക ദേവാലയവുമാണിത്. ദേവാലയത്തിനടുത്തായി പണിത ഗസ്റ്റ് റൂം, പാരിഷ് ഹാൾ എന്നിവ ഉൾപ്പെടുന്ന പാഴ്സനേജ് കോംപ്ലക്സ് കൂദാശ 2019 അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്യോസ് തിരുമേനി നടത്തിയിരുന്നു. ഫെബ്രുവരി 11 തീയതി ശനിയാഴ്ച വൈകിട്ട് 5-ന് സന്ധ്യാ നമസ്കാരവും തുടർന്ന് വിശുദ്ധ ദേവാലയ കൂദാശയുടെ 1ാം ഭാഗവും 7:30-ന് പൊതുസമ്മേളനവും നടത്തപ്പെട്ടു. 12-ാം തീയതി ഞായർ രാവിലെ 7:30-ന് പ്രഭാത നമസ്കാരത്തെ തുടർന്ന് ദേവാലയ കൂദാശയുടെ 2ാം ഭാഗവും വിശുദ്ധ കുർബാനയും നടത്തപ്പെട്ടു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനും മലങ്കര മെത്രാപ്പോലീത്തയും കിഴക്കിന്റെ കാതോലിക്കയുമായ പരിശുദ്ധ മൊറാൻമാർ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിക്ക് ഫെബ്രുവരി 11 തീയതി ശനിയാഴ്ച 74 വയസ്സ് തികഞ്ഞു. പരിശുദ്ധ ബാവ തിരുമേനിയുടെ ജന്മദിനത്തിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് പ്രാർത്ഥനാശംസകൾ നേരുന്നു.
പത്മശ്രീ പുരസ്കാര ജേതാവ് ശ്രീ ചെറുവയൽ രാമൻ, PSC അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സെന്റ് മേരീസ് കോളേജ് അധ്യാപകൻ ഡോക്ടർ ജിപ്സൺ പോൾ, ജൈവ കർഷകൻ AC ജോൺ എന്നിവരെ മലങ്കര ഓർത്തഡോക്സ് സഭ സുൽത്താൻ ബത്തേരി ഭദ്രാസനം അനുമോദിച്ചു. ഫെബ്രുവരി 11 ശനിയാഴ്ച നിർമ്മലഗിരി അരമനയിൽ നടന്ന അനുമോദന ചടങ്ങിൽ ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് മെത്രാപ്പോലീത്ത മലങ്കര സഭയുടെ അനുമോദനം ഏകി. ഫെബ്രുവരി 12 ഞായറാഴ്ച പരിശുദ്ധ സഭ ആനീദേ ഞായർ ആചരിച്ചു. സകല വാങ്ങിപ്പോയവരെയും പരിശുദ്ധ സഭ ഓർമ്മിക്കുന്ന ദിനമാണ് ആനീദേ ഞായർ. വാങ്ങിപ്പോയ വിശ്വാസികളായ എല്ലാവരെയും ഈ ദിവസം പരിശുദ്ധ സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുകയും തുടർന്ന് സകല വാങ്ങിപ്പോയ വിശ്വാസികളുടെയും കബറിടങ്ങളിൽ ധൂപാർപ്പണം നടത്തുകയും ചെയ്തു. മുളന്തുരുത്തിയിലെ മർത്തോമൻ പള്ളി വാങ്ങിപ്പോയവരുടെ ഓർമ്മയാചരിക്കുന്ന ദിനത്തിൽ കലാപഭൂമിയാക്കാൻ വീണ്ടും യാക്കോബായ വിഭാഗം ശ്രമിച്ചു. ഫെബ്രുവരി 12 ഞായറാഴ്ച രാവിലെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മുളന്തുരുത്തി മർത്തോമൻ പള്ളിയിലും ഇടവകയുടെ സെമിത്തേരിയിലും അനധികൃതമായി കടന്നുകയറാൻ ശ്രമിച്ച യാക്കോബായ വൈദികരെ ഇടവക വികാരിയും വിശ്വാസികളും ചേർന്ന് തടഞ്ഞതിനെ തുടർന്ന് യാക്കോബായ വിഭാഗം മലങ്കര സഭാ വിശ്വാസികളുടെ മേൽ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ആക്രമണത്തിൽ ഇടവക വികാരി ഉൾപ്പെടെ അനവധി വിശ്വാസികൾക്ക് പരിക്കേറ്റു. യാക്കോബായ വിഭാഗത്തിന്റെ ഈ നടപടിയെ ചോദ്യം ചെയ്തും അക്രമം അഴിച്ചുവിട്ടതിനുമെതിരെ വൈകുന്നേരം മുളന്തുരുത്തി ഇടവകയുടെ പ്രതിഷേധ യോഗം ചേരവെയാണ് പള്ളി പൂട്ടിക്കുകയെന്ന ഗൂഢലക്ഷ്യത്തോടെ യാക്കോബായ പക്ഷം വീണ്ടും സംഘടിച്ചെത്തിയത്. സംഘർഷത്തിന്റെ പരമ്പര സൃഷ്ടിച്ച് കൊച്ചി ഭദ്രാസനത്തിലെ മുളന്തുരുത്തി മർത്തോമൻ ഓർത്തഡോക്സ് പള്ളി പൂട്ടിക്കാൻ യാക്കോബായ കൊച്ചി മെത്രാന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ആസൂത്രിത ശ്രമമാണ് വൈകുന്നേരവും നടന്നത്. മഞ്ഞനിക്കരയിൽ കഴിഞ്ഞ ദിവസം പരിശുദ്ധന്റെ പെരുന്നാൾ ദിനങ്ങളിൽ യാക്കോബായ വിഘടിത ഗ്രിഗോറിയോസ് മെത്രാനും മറ്റ് മെത്രാന്മാരും പെരുന്നാൾ ശുശ്രൂഷകൾ നടത്തുന്നതിന് പകരം പ്രകോപന മുദ്രാവാക്യം വിളിപ്പിക്കുകയും ഇതര ക്രിസ്ത്യൻ സഭകളായ മർത്തോമ സഭയെയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെയും ഇതര സഭാപിതാക്കന്മാരെയും അധിക്ഷേപിച്ച് നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരെയും മുളന്തുരുത്തിയിലെ മർത്തോമൻ മണ്ണ് വീണ്ടും കലാപഭൂമിയാക്കാനുള്ള സിറിയൻ യാക്കോബായ ഗുണ്ടകൾക്കെതിരെയും നടപടിയെടുക്കണമെന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആവശ്യപ്പെടുന്നു. മുളന്തുരുത്തി മർത്തോമൻ പള്ളിയിലെ അനിഷ്ട സംഭവം പ്രതിഷേധാർഹം. മലങ്കര ഓർത്തഡോക്സ് സഭ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൊച്ചി ഭദ്രാസനത്തിലെ മുളന്തുരുത്തി മർത്തോമൻ പള്ളിയിലെ സെമിത്തേരിയിൽ പാത്രിയർക്കീസ് വിഭാഗം വൈദികരുടെയും അൽമായരുടെയും നേതൃത്വത്തിൽ കുരിശ്, മെഴുകുതിരി, ധൂപക്കുറ്റി എന്നിവയുമായി കടന്നുവന്ന് ബലം പ്രയോഗിച്ച് മർത്തോമൻ പള്ളി വികാരി ഫാദർ ജെയിംസ് വർഗീസ്, സഹവികാരി ഫാദർ കുര്യാക്കോസ് ജോയ്, തങ്കച്ചൻ വർഗീസ്, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ എന്നിവരെ മർദ്ദിച്ച് സെമിത്തേരിയിൽ പ്രവേശിച്ച് ധൂപപ്രാർത്ഥന നടത്തി. 1934 ഭരണഘടനയനുസരിച്ച് സമാധാനപരമായി ഭരിക്കപ്പെടുന്ന ഈ ദേവാലയത്തിൽ സമാധാന അന്തരീക്ഷം തകർക്കണമെന്ന ഗൂഢ ഉദ്ദേശത്തോടുകൂടിയാണ് ഈ നീചപ്രവൃത്തികൾ പാത്രിയർക്കീസ് വിഭാഗം വൈദികരുടെ നേതൃത്വത്തിൽ നടത്തിയത്. മർദ്ദനമേറ്റ വൈദികരെയും അൽമായരെയും കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിക്രമങ്ങളിൽ ഓർത്തഡോക്സ് സഭ ശക്തമായി പ്രതിഷേധിക്കുന്നതായും അക്രമികളെ അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം ആവശ്യപ്പെട്ടു. മലങ്കര സഭയുടെ പള്ളികൾ സംഘർഷഭൂമിയാക്കുവാനുള്ള വിഘടിത വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ അപലപനീയമാണെന്ന് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കേന്ദ്ര കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. മുളന്തുരുത്തി മർത്തോമൻ പള്ളിയിൽ സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാൻ ശ്രമിച്ച പാത്രിയർക്കീസ് വിഭാഗത്തിന്റെ പ്രവൃത്തി അങ്ങേയറ്റം അപലപനീയമെന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ സുന്നഹദോസ് സെക്രട്ടറി അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത പറഞ്ഞു. ആദരണീയനായ പ്രൊഫസർ PV ജോണച്ചൻ രചിച്ച വിശുദ്ധ നോമ്പുകാല ധ്യാനങ്ങൾ എന്ന ഗ്രന്ഥം അഭിവന്യ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഫാദർ സ്റ്റീഫൻ വർഗീസിന് നൽകി പ്രകാശനം ചെയ്തു. കോട്ടയം സോഫിയ ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ ഗ്രന്ഥം പരിശുദ്ധ നോമ്പിന്റെ ആത്മാവിലേക്ക് കടന്നുചെന്ന് ഉണർവിന്റെ ഉറവ തേടിയുള്ള ഒരു തീർത്ഥാടനത്തിലേക്ക് വിശ്വാസികളെ നയിക്കും. കഷ്ടപ്പെടുന്നവരുടെ ജീവിതം പണിയണം. പരിശുദ്ധ കാതോലിക്ക ബാവ. സാമൂഹികവും സാമ്പത്തികവുമായി കഷ്ടപ്പെടുന്നവരുടെ ജീവിതം പണിയുവാൻ കഴിയണമെന്ന് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സഹോദരൻ എന്ന സാമൂഹിക സേവന പദ്ധതിയുടെ 1ാം വാർഷികത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഭൗതികമായ കെട്ടിട സമുച്ചയങ്ങളെക്കാൾ മതഭേദമന്യേ മനുഷ്യബന്ധങ്ങൾ സ്നേഹസ്പർശത്താൽ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും പരിശുദ്ധ ബാവ അറിയിച്ചു. പരിമല സെമിനാരി മാനേജർ KV പോൾ റമ്പാൻ അധ്യക്ഷത വഹിച്ചു. വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ, അൽമായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, പരിമല ആശുപത്രി CEO ഫാദർ MC പൗലോസ്,
ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ, ഡോക്ടർ തോമസ് കുരുവിള എന്നിവർ പ്രസംഗിച്ചു. സഹോദരൻ പദ്ധതി സഹായ വിതരണവും സോദര സംഘം അംഗത്വ വിതരണവും പരിശുദ്ധ ബാവ നിർവഹിച്ചു. കഴിഞ്ഞ വർഷം പരിശുദ്ധ പൗലോസ് ദിദിയൻ ബാവായുടെ സ്മരണാർത്ഥം ആരംഭിച്ച സഹോദരൻ പദ്ധതിയിൽ നിന്നും 6 കോടി രൂപ ജാതിമത ഭേദമന്യേ വിവിധ സാമൂഹ്യ സേവന പദ്ധതികൾക്കായി നൽകപ്പെട്ടു. ഓർത്തഡോക്സ് ഗ്ലോബൽ ഓൺലൈൻ സൺഡേ സ്കൂൾ പരിശുദ്ധ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ പുതിയ സംരംഭമായ ഓർത്തഡോക്സ് ഗ്ലോബൽ ഓൺലൈൻ സൺഡേ സ്കൂൾ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഫെബ്രുവരി 12-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് നടന്ന ഓൺലൈൻ മീറ്റിംഗിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. അനേകം മലങ്കര സഭാംഗങ്ങൾ കേരളത്തിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് പ്രവാസികളായി പോകുന്ന സാഹചര്യത്തിൽ കാലഘട്ടത്തിന്റെ അനിവാര്യത മനസ്സിലാക്കി OSSAE ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ക്രൈസ്തവ സഭകളുടെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ സംരംഭം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം ആവിഷ്കരിച്ചതിൽ അഭിമാനമുണ്ട്. ഡിജിറ്റലൈസേഷനെ സഭ പ്രോത്സാഹിപ്പിക്കുന്നു. സൺഡേ സ്കൂൾ പ്രസ്ഥാനം കാര്യക്ഷമതയോടെ ഓൺലൈനായി നടത്തുന്ന ക്ലാസുകൾ, രജിസ്ട്രേഷൻ, പരീക്ഷകൾ എന്നിവ എല്ലാവർക്കും പരിചിതവും സഭയ്ക്ക് ആകമാനം അഭിമാനവുമാണ്. ലോകത്തിന്റെ എല്ലായിടത്തുമുള്ള കുട്ടികൾക്ക് പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസവും പാരമ്പര്യവും പഠിപ്പിക്കുന്നതിനും കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിട്ട് സഭയോട് ചേർന്ന് നിൽക്കുന്നതിന് പര്യാപ്തരാക്കുന്നതിനും ആരംഭിച്ച ഓൺലൈൻ സൺഡേ സ്കൂൾ പൂർണ്ണ വിജയമാകട്ടെ എന്നും പരിശുദ്ധ കാതോലിക്ക ബാവ ആശംസിച്ചു. സമൂഹത്തിന്റെ നന്മയ്ക്കായി മതങ്ങൾ ഐക്യത്തോടെ പ്രവർത്തനങ്ങൾ സജ്ജമാക്കണം. പരിശുദ്ധ കാതോലിക്ക ബാവ. സമൂഹത്തിന്റെ നന്മയ്ക്കായി മതങ്ങൾ ഐക്യത്തോടെ പ്രവർത്തനങ്ങൾ സജ്ജമാക്കണമെന്ന് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ നടന്ന മത നേതൃത്വ സംഗമത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വേദനിക്കുന്നവരോട് സഹാനുഭൂതിയോടെ പ്രവർത്തിക്കുവാൻ മതങ്ങൾക്കും സാംസ്കാരിക സംഘങ്ങൾക്കും കഴിയും. സാമൂഹിക പ്രതിബദ്ധതയോടെ മതങ്ങൾ സഹോദര സ്നേഹം വിസ്തൃതമാക്കണമെന്നും പരിശുദ്ധ ബാവ പറഞ്ഞു. ഇരുട്ടു നിറഞ്ഞ ലോകത്ത് വെളിച്ചമായി മാറേണ്ടവർ വിസ്മൃതിയിലാകാൻ ഇഷ്ടപ്പെടുന്നു. അഭിമന്യ ഡോക്ടർ സക്കറിയാസ് മാർ സേവേറിയോസ് മെത്രാപ്പോലീത്ത. ഇരുട്ട് നിറഞ്ഞ ലോകത്ത് വെളിച്ചമായി മാറേണ്ടവർ വിസ്മൃതിയിലാകാൻ ഇഷ്ടപ്പെടുകയാണെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ സക്കറിയാസ് മാർ സേവേറിയോസ് മെത്രാപ്പോലീത്ത പറഞ്ഞു. മാരാമൺ കൺവെൻഷനിൽ വൈകുന്നേരം നടന്ന യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ തിരുമേനി. ദൈവത്തിന്റെ സാദൃശ്യമുള്ള മനുഷ്യന് അന്ധകാരത്തിന്റെ പ്രതിലോമ ശക്തികളെ ധൈര്യപൂർവ്വം നേരിടാനാകണം. എന്നാൽ എന്തിനെയോ ഭയക്കുന്ന ഒരു സമൂഹമായി ഇന്നും വിശ്വാസികളും മാറിയിരിക്കുകയാണെന്ന് മെത്രാപ്പൊലീത്ത ചൂണ്ടിക്കാട്ടി. സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ആളുകൾ മടിക്കുന്നു. ദൈവസ്വരൂപം സ്വീകരിച്ചിട്ടുള്ള മനുഷ്യൻ അത് തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്നതാണ് ലോകത്ത് അന്ധകാരം വ്യാപിക്കുവാൻ കാരണം. പ്രാർത്ഥന കൊണ്ടും പഠനം കൊണ്ടും ആത്മീയ ജീർണതയെ അതിജീവിച്ച പിതാക്കന്മാരുടെ പാരമ്പര്യം സഭയ്ക്കുണ്ട്. വിശുദ്ധിയിലേക്കുള്ള പ്രയാണത്തിന് മനസ്സിനെ പ്രാപ്തമാക്കുകയാണ് അതിനു വേണ്ടതെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. തോമസ് മാർ തീമോത്യോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. അഭിമന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത, മലങ്കര ഓർത്തഡോക്സ് സഭ അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം മെത്രാപ്പോലീത്ത, മർത്തോമ സഭയിലെ മറ്റ് ബിഷപ്പുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. മലങ്കര സഭയുടെ മാവേലിക്കര ഭദ്രാസനം നേരിട്ട് നടത്തുന്ന സൈക്കോ റീഹാബിലിറ്റേഷൻ സെന്ററായ മാർ പക്കോമിയോസ് ശാലേം ഭവന മാവേലിക്കര കടവിൽ കുടുംബം പണിത് നൽകിയ 3000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഇരുനില കെട്ടിടത്തിന്റെ കൂദാശയും സമർപ്പണവും ഫെബ്രുവരി 15-ാം തീയതി ബുധനാഴ്ച നടത്തപ്പെട്ടു. മാവേലിക്കര ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിമന്യ എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുതിയ കെട്ടിടം പൂർത്തീകരിക്കുന്നതോടുകൂടി നിരാലംബരായ മാനസിക പ്രയാസമുള്ള കൂടുതൽ വ്യക്തികളെ പ്രവേശിപ്പിക്കുവാൻ കഴിയും. 50 ലക്ഷത്തിലധികം തുക ചിലവഴിച്ച് ഇരുനില കെട്ടിടം പണിത് ശാലേമിന് നൽകിയ മാവേലിക്കര കടവിൽ കുടുംബാംഗങ്ങളെ അഭിമന്യ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനി അനുമോദിച്ചു. അഖില മലങ്കര ശുശ്രൂഷക സംഗമം ഗോവ പഞ്ചിം സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ അഭിമന്യ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. അഭിമന്യ യാക്കോബ് മാർ ഏലിയാസ് മെത്രാപ്പൊലീത്ത, അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം മെത്രാപ്പൊലീത്ത, ഫാദർ ജോസ് തോമസ്, ബിജു വി പന്തപ്ലാവ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക് എന്ന് ഉറക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ മലങ്കര സഭാരത്നം ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ 11-ാം ഓർമ്മ പെരുന്നാൾ ഫെബ്രുവരി 11 മുതൽ 16 വരെ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന മാവേലിക്കര സെന്റ് പോൾസ് മിഷൻ സെന്ററിലെ ചാപ്പലിൽ ഭക്തി പുരസ്സരം കൊണ്ടാടി. ലളിതമായ ജീവിതശൈലികളിലൂടെയും പ്രവാചകതുല്യമായ പ്രസംഗങ്ങളിലൂടെയും ഈ പിതാവ് ജനമനസ്സുകളിൽ ഇടം പിടിച്ചു. തീ പാറുന്ന വാക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്.
സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് തലമുറകൾക്ക് സുവിശേഷ വെളിച്ചം പകർന്നു നൽകിയ ഈ പിതാവിനെ മലങ്കരയുടെ ആധുനിക പൗലോസ്ലീഹ എന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാം. അഭിവന്യ പിതാവിന്റെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ കാതോലിക്ക ബാവ പ്രധാന കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെ ഡെപ്യൂട്ടി ഡയറക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ച് സീനിയർ ഓഫീസറായ റോയ് ചാക്കോ ഇളമണ്ണൂർ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc ഫിസിക്സിൽ 1ാം റാങ്ക് നേടിയ കുമാരി നിഖില ആൻ എബ്രഹാം, കോട്ടയം മഹാരാജാസ് കോളേജ് സംഘടിപ്പിച്ച മാരത്തോൺ മത്സരത്തിൽ 1ാം സ്ഥാനവും പെരുമ്പാവൂർ സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച മാരത്തോൺ മത്സരത്തിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കിയ കുമാരി അൽസ സാജൻ എന്നിവർക്ക് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.